അമേരിക്കയുടെ വിദേശ നയമാറ്റം ഭാരതത്തിന് അനുകൂലമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ട്രംപിൽ പ്രതീക്ഷയുണ്ടെന്നും ജയശങ്കർ പറഞ്ഞു. പാക് അധിനിവേശ ജമ്മു കശ്മീർ തിരിച്ചുപിടിക്കുമെന്നും പ്രഖ്യാപനം. പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വയ്ക്കുന്ന കശ്മീരിൻ്റെ ഭാഗം വൈകാതെ ഭാരതത്തോടൊപ്പം ചേരുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് കശ്മീർ വിഷയം പൂർണ്ണമായും പരിഹരിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതുൾപ്പെടെ നിരവധി ഇടപെടലുകൾ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഭാരതത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള കശ്മീരിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. ഐസൻ ജോസ് വീണ്ടും ചേരുന്നു. ഐസൻ, കശ്മീർ പാക് അധിനിവേശ കശ്മീർ അത് തിരിച്ചു പിടിക്കും എന്ന് കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നു ജയശങ്കർ. തീർച്ചയായും കൃഷ്ണരാജ്, പാക് അധിനിവേശ കാശ്മീർ തിരിച്ചു പിടിക്കും എന്ന കൃത്യമായ നിലപാട് തന്നെയാണ് എസ് ജയശങ്കറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് പൂർണ്ണമാകുന്നതോടെ, അത്തരം നീക്കങ്ങൾ കൂടി പൂർണ്ണമാകുന്നതോടെ ഈ പാക് ഭാരതത്തിൻ്റെ പൂർണ്ണമായും നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഭാഗമായ കാശ്മീരിൻ്റെ ഒരു ഭാഗം നിലവിൽ പാകിസ്ഥാൻ്റെ കൈവശമാണുള്ളത്. അത് പൂർണ്ണമായും ഭാരതത്തിന് ലഭിക്കണമെന്ന് അന്താരാഷ്ട്ര വേദികളെല്ലാം തന്നെ കൃത്യമായൊരു നിലപാട് ഭാരതം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ അന്താരാഷ്ട്ര വേദികളിലെല്ലാം മുന്നോട്ട് വെച്ച കൃത്യമായ ഈ നിലപാടിൻ്റെ ഭാഗമായി ഈ പാക് അധിനിവേശ കാശ്മീർ അത് ഭാരതത്തിൻ്റെ ഭാഗമായി തന്നെ ചേരുമെന്ന ഉറച്ച നിലപാടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത്, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് നടന്നത്, അതുപോലെ അനുബന്ധമായ നിരവധിയായ നടപടികൾ ഭാരതത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള കാശ്മീരിൽ നടക്കുകയും അവിടെ തീവ്രവാദം, ഭീകരത ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ പോളിംഗ് ഉണ്ടാവുകയും ചെയ്തൊരു സാഹചര്യമുണ്ടായിരുന്നു. നമുക്കറിയാവുന്നതാണ് ഭീകരരെയെല്ലാം തന്നെ തുരത്താൻ സാധിച്ചതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് ആ വലിയ പോളിംഗ് റേറ്റ്. നേരത്തെ നമുക്ക് വാർത്തകളിലെല്ലാം തന്നെ ഇടം നിറഞ്ഞു നിന്നിരുന്നു. ഏതാണ് വോട്ട് ചെയ്തതിന് ശേഷം മഷിയടയാളമുള്ള വിരലുകൾ കണ്ടെത്തി ആ വിരൽ മുറിച്ച് കളയുമെന്ന ഭീഷണി പോലും അന്ന് ഭീകരർ പുറപ്പെടുവിച്ച, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭീകരമായ നിലപാടുകൾ സ്വീകരിച്ച ഒരു കാലഘട്ടത്തിൽ നിന്നും തെരഞ്ഞെടുപ്പ് 60% വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ ജനാധിപത്യത്തിൻ്റെയും രാജ്യത്തിൻ്റെ ഇച്ഛാശക്തിയുടെയും വിജയമാണ് എന്ന് കൃത്യമായി സൂചിപ്പിക്കുമ്പോൾ തന്നെയാണ് മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള പാക് നിയന്ത്രണത്തിലുള്ള ഭാഗങ്ങൾ കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്ന നിലപാട് എസ് ജയശങ്കർ അറിയിക്കുന്നത്. അത്തരത്തിൽ എസ് ജയശങ്കർ അറിയിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അധികം വൈകാതെ അത് സംഭവിക്കുക തന്നെ ചെയ്യും. പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിൽ നിന്നും കാശ്മീരിനെ പൂർണ്ണമായും ഭാരതത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യും. അന്ന് ഈ കാശ്മീർ വിഷയം ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നിന്ന് അധികമായി, നിലവിലെ സാഹചര്യത്തിനേക്കാൾ കൂടുതലായി കാശ്മീർ പൂർണ്ണമായും ഭാരതത്തിൻ്റെ ഭാഗമാകുമെന്ന ഒരു നിലപാട് അത് പൂർണ്ണതയിലെത്തുന്നത് അന്നായിരിക്കുമെന്നാണ് ഇപ്പോൾ എസ് ജയശങ്കർ പ്രതികരിച്ചിരിക്കുന്നത്. ശരി, കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്നു വിദേശകാര്യമന്ത്രി ജയശങ്കർ. വിവരങ്ങൾ നൽകുവാൻ ഐസൻ ജോസ്.